ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്നലെ സൺഡേ ആയതുകൊണ്ട് വീഡിയോസ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാനും കുറച്ച് തിരക്കില്ലായിരുന്നു. ഇന്ന് മൺഡേ, തിങ്കളാഴ്ചയാണ്. പ്രിയപ്പെട്ട എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക്, നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി. ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത് us. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ മക്കൾക്ക് ഞാനിന്ന് സ്കൂളിലേക്ക് കൊടുത്തുവിട്ട മസാല ദോശയുടെയും അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊടുത്തുവിട്ട വെറൈറ്റി കോക്കനട്ട് ചട്നിയുടെയും വീഡിയോയുമായിട്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മസാല ദോശയും വെറൈറ്റി കോക്കനട്ട് ചട്നിയും എങ്ങനെ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് മസാല ദോശയുടെ ഉള്ളിലേക്ക് ഒരു റെഡ് ചട്നി ഒന്ന് സ്റ്റഫ് ചെയ്യാനായിട്ടുണ്ട്, തേച്ച് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ റെഡ് ചട്നി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 3 ചുവന്ന മുളകാണ് എടുത്തിട്ടുള്ളത്. ഞാനിതവിടെ ഉണക്കമുളക്, ചുവന്ന മുളക് 3 എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം, കുതിർക്കാനായി മാറ്റി വയ്ക്കാം. നമ്മുടെ ചുവന്ന മുളകൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോൾ അതവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഉരുളക്കിഴങ്ങ് മസാല, പൊട്ടാറ്റോ മസാല ഉണ്ടാക്കാനായിട്ട് 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പൊട്ടാറ്റോ ആണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ 3 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5-6 വിസിൽ വരുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങ് വേവാനായി വെച്ചു കേട്ടോ. അപ്പോൾ അത് വെന്ത് വരട്ടെ. ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് 3 പച്ചമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇട്ട് കൊടുത്തിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചമുളകും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ചതച്ചെടുത്തത് ഒരു ചെറിയ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ഒരു ചെറിയ പാത്രത്തിലേക്കോ മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മസാല ദോശയുടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള റെഡ് ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. റെഡ് ചട്നി ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമ്മൾ 10 മിനിറ്റ് ചുടുവെള്ളത്തിൽ സോക്ക് ചെയ്യാനായി വെച്ചിരുന്ന ചുവന്ന മുളക് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുത്തിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 3 അല്ലി വെളുത്തുള്ളി തൊലിയെല്ലാം കളഞ്ഞ് ചെറുതാക്കി മുറിച്ചതും കൂടെ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിൻ്റെ കൂടെ ചെറിയ മീഡിയം സൈസ് സവോള തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ചെറുതാക്കി മുറിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഈ സൈസിലുള്ള സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അങ്ങനെ സവാളയും കൂടെ ചെറുതാക്കി മുറിച്ചിട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ പൊട്ടിക്കടലയും, അതായത് പൊരികടല എന്ന് പറയും, അതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഒരു 1-2 പൾസ് ചെയ്താൽ നമുക്കിതൊന്ന് ആദ്യം ഒന്ന് ചതഞ്ഞ് കിട്ടും. അങ്ങനെ മിക്സിയിൽ ഒരു 1-2 പൾസ് ചെയ്തെടുത്തപ്പോൾ ഒന്ന് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ മുളക് പൊടി എന്തിനാണ് ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ റെഡ് ചട്നിക്ക് നല്ലൊരു കളറ് കിട്ടാണ് കേട്ടോ നമ്മളിവിടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടി ആയാലും സാധാരണ എരിവുള്ള മുളക് പൊടി ആയാലും കാശ്മീരി മുളക് പൊടി ആയാലും ഏതായാലും കുഴപ്പമില്ല. അങ്ങനെ 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ദോശയുടെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള റെഡ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാല ദോശയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള പൊട്ടാറ്റോ മസാല, ഉരുളക്കിഴങ്ങ് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ചൂടായി വന്ന അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിരുന്നു. സൺഫ്ലവർ ഓയിൽ ചൂടായി വന്ന അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിയ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, ഞാനിവിടെ കറുപ്പ് ഉഴുന്നുപരിപ്പാണ് എടുത്തിട്ടുള്ളത്. വെള്ള ഉഴുന്നുപരിപ്പായാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടി വന്നതും ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 2 മീഡിയം സൈസ് സവോള തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നീളത്തിൽ മുറിച്ചെടുത്തതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം സിമ്മിൽ നിന്നും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്ത ശേഷം സവോള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. സവോളയുടെ കളറെല്ലാം ബ്രൗൺ കളറായി വരട്ടെ. അങ്ങനെ സവോളയുടെ കളറെല്ലാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇഞ്ചി പച്ചമുളകും കൂടെ ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നവർ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പച്ചമണം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഇഞ്ചിയുടെയും
പച്ചമുളകിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ജീരകം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഞാനിവിടെ ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ അത് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്, പെരുങ്കായപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് നമ്മൾ നന്നായിട്ട് വേവിച്ച് തൊലിയെല്ലാം കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 3 ഉരുളക്കിഴങ്ങ് കുക്കറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുത്ത ശേഷം തൊലിയെല്ലാം കളഞ്ഞ് ഇതേപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ അത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പോ അല്ലെങ്കിൽ 1/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ വെള്ളത്തിൽ കിടന്നിട്ട് ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് കിട്ടി ഒന്ന് കുറുകി വരുമ്പോഴാണ് കേട്ടോ നമ്മുടെ മസാല ദോശയ്ക്ക് വേണ്ട ഉള്ളിലേക്ക് വെക്കാനുള്ള ഉരുളക്കിഴങ്ങ് മസാല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടുന്നത്. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു 5 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതൊന്ന് കുറുകി കിട്ടിക്കോളും. അങ്ങനെ ഇതാ കുറുകി വരുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതെല്ലാം പറ്റി ഉരുളക്കിഴങ്ങെല്ലാം നല്ലപോലെ വന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല ദോശയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ദോശയുടെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇഡ്ഡലിയുടെ കൂടിയും ദോശയുടെ കൂടിയും ചപ്പാത്തിയുടെ കൂടിയും വെള്ളയപ്പത്തിന് കൂടെയൊക്കെ കഴിക്കാൻ പറ്റുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു കോക്കനട്ട് ചട്നി എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മിക്സി ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ചെറിയതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ കപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ചായക്കൊക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഗ്ലാസ് എടുത്താലും മതി കേട്ടോ. അങ്ങനെ 1 കപ്പ് തേങ്ങ അല്ലെങ്കിൽ 1 ഗ്ലാസ് തേങ്ങ ചെറിയത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ചെറിയ പീസ് ഇഞ്ചിയും കൂടെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 2 ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതാണ് കേട്ടോ സീക്രട്ട് ഏജൻറ്റ് ചട്നിക്ക് ടേസ്റ്റ് തരുന്നത്. 2 ചെറിയ ഉള്ളി തൊലിയെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയ ശേഷം അതിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പൊട്ടുകടല പൊരികടലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. റോസ്റ്റഡ് ചന ദാൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു കേട്ടോ. പൊട്ടുകടലയ്ക്ക് പകരമായിട്ട് കാഷ്യൂ നട്ട്സും എടുക്കാവുന്നതാണ് കേട്ടോ. റോസ്റ്റഡ് ചന ദാലിന് പകരമായിട്ട് കാഷ്യൂ നട്ട്സും എടുക്കാവുന്നതാണ്. ഇനി നമുക്കത് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും അതേപോലെ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള കോക്കനട്ട് ചട്നി ഇവിടെ തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചട്നി അരയ്ക്കുമ്പോൾ അതിൽ 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ട് അരച്ച് നോക്കൂ കേട്ടോ. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. ഇനി നമുക്ക് ചട്നിയിലേക്ക് താളിച്ച് കൊട്ടാം, കടുക് വറുത്ത് കൊട്ടാം. അതിനായിട്ട് നമ്മളിതവിടെ പാൻ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ചൂടായി വന്നതും അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കോക്കനട്ട് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വേണ്ടാമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂൺ മുഴുവനായിട്ടും വെളിച്ചെണ്ണ ചേർക്കാം, അല്ലാതെ 2 ടീസ്പൂൺ മുഴുവനായിട്ട് സൺഫ്ലവർ ഓയിൽ ചേർക്കാം കേട്ടോ. പക്ഷേ വെളിച്ചെണ്ണ കൂടെ ചേർന്ന് വരുമ്പോഴേ കുറച്ച് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ചട്നിക്ക്. അതുകൊണ്ടാണ് ഞാനിവിടെ 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുത്തിട്ട് പൊട്ടി വന്ന ശേഷം അതിലേക്ക് കുറച്ച് ഉഴുന്നപ്പരിപ്പും 1/2 ടീസ്പൂൺ ഉഴുന്നപ്പരിപ്പും 1/2 ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. അത് മൂത്ത് വന്നതിലേക്ക് ഒരു 3 ചെറിയ ഉള്ളിയും കൂടെ ചെറുതാക്കി മുറിച്ചത് ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്ത ശേഷം ചട്നിയിലേക്ക്
താളിച്ച് കൊട്ടിയിട്ടുണ്ട് കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ കടുക് വറുക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു ചുവന്ന മുളകും കൂടെ പൊട്ടിച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ ഞാനിവിടെ ചുവന്ന മുളക് ചേർത്ത് കൊടുത്തിട്ടില്ല. അങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാനായിട്ട് ഞാനിവിടെ ദോശത്തവ ചൂടാക്കാനായി വെച്ചിട്ടുണ്ട്. ചൂടായി വന്നതും അതിലേക്ക് ഒരല്പം നെയ്യൊന്ന് ചുറ്റിലും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. സ്പൂണ് കൊണ്ട് ഒരിക്കലും നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ഒഴിച്ച് കൊടുക്കാനായി പാടില്ല. അങ്ങനെ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ മാവ് കോരി ഒഴിക്കുന്ന സമയത്ത് മാവെല്ലാം ഒന്ന് ചുരുണ്ടി കൂടി വരും. അതുകൊണ്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ കേട്ടോ. അങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്തതും കല്ല് ചൂടായി വന്നതും അതിലേക്ക് ഒരു തവി ദോശമാവ് എടുത്തിട്ട് ദോശക്കല്ലിലേക്ക് ഇതേപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഞാനിവിടെ റെഡ് ചട്നിയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരല്പം റെഡ് ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കൂടിപ്പോയാൽ എരിവ് കൂടും. അതുകൊണ്ട് ഒരല്പം മാത്രമേ റെഡ് ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായി പാടുള്ളൂ കേട്ടോ. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മാത്രമേ റെഡ് ചട്നി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സൈഡെല്ലാം നല്ലപോലെ മുരിഞ്ഞ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മടക്കിയെടുക്കാം, ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വലിയവർക്കൊക്കെ ആണെങ്കിൽ ഇതേപോലെ റെഡ് ചട്നി ഉള്ളിലേക്ക് വെച്ചിട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. പക്ഷേ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ, കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പോൾ ഇതേപോലെ റെഡ് ചട്നി വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് റെഡ് ചട്നി ഇല്ലാതെ എങ്ങനെ മസാല ദോശ ഉണ്ടാക്കി എടുക്കണ്ടേ നമുക്ക് നോക്കാം. ഞാനിതാ ദോശക്കല്ല് ചൂടായി വന്നതും അതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് കൊടുത്തിട്ട് വട്ടത്തിലൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലേക്കായിട്ട് ഒരല്പം നെയ്യും കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ നെയ്യും കൂടെ മുകളിലേക്കായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് മൊരിഞ്ഞ് വന്നതും താഴെയെല്ലാം ബ്രൗൺ കളറായി വന്നതും അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് മസാല വെച്ച് കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഇതേപോലെ റെഡ് ചട്നി തേച്ച് കൊടുക്കാതെ ഇതേപോലെ കൊടുക്കുക കേട്ടോ. സ്കൂളിലേക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമായിട്ട് ഇത് മസാല ദോശയും ആ കോക്കനട്ട് ചട്നിയും. അങ്ങനെ പൊട്ടറ്റോ മസാലയും കൂടെ വെച്ച് കൊടുത്ത ശേഷം ഇതേപോലെ ഒന്നും മടക്കി എടുക്കാം, ഫോൾഡ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികളുടെ ലഞ്ച് ബോക്സിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ ചെറുതാക്കിയിട്ട് പരത്തിയെടുത്തിട്ട് മസാല ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ മസാല ദോശയെല്ലാം അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള മസാല ദോശ, വെറൈറ്റി ആയിട്ടുള്ള മസാല ദോശയാണ് കേട്ടോ ഇത്. അതേപോലെ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്കൊക്കെ ലഞ്ചായിട്ട് കൊണ്ടുപോകാനൊക്കെ പറ്റും കേട്ടോ അത്. അതേപോലെ ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഇതേപോലെ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ മസാല ദോശയും വെറൈറ്റി ആയിട്ടുള്ള തേങ്ങാ ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ചട്നി അരയ്ക്കുന്ന സമയത്ത്, വീട്ടിൽ തേങ്ങാ ചട്നി അരയ്ക്കുന്ന സമയത്ത് അതിലൊരു 2 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം കടുക് വറുക്കുമ്പോഴും അതേപോലെ ഒരു 2-3 ചെറിയ ഉള്ളി മുറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്ത് ചട്നിയിലിട്ട് കൊടുത്താൽ ചട്നി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനായിട്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഒപ്പീനിയൻ എന്താണെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പികളും ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനും മറക്കരുത് കേട്ടോ. അതേപോലെ ഞങ്ങളുടെ വീഡിയോസ് എല്ലാം കാണുക, കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ മസാല ദോശയും അതേപോലെ അതിൻ്റെ കൂടെ വെറൈറ്റി ആയിട്ടുള്ള കോക്കനട്ട് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. അതേപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ കാണുന്ന ബെല്ലൈക്കനൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിൽ ഓൾ എന്ന ഓപ്ഷൻ കാണും. ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ഓരോ ദിവസം ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. പിന്നെ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.